ഹലോ എവ്രി വൺ, എല്ലാവർക്കും ബ്രില്യൻസ് അക്കാഡമിയുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 25th ചാപ്റ്റർ ആയിട്ടുള്ള ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂയിറ്റിയാണ്. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ ലിമിറ്റ് എന്താണെന്ന് നോക്കണം, അതിനുശേഷം കണ്ടിന്യൂയിറ്റി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനുണ്ട്. ഇഫ് എ ഫംഗ്ഷൻ f of x approaches L, when x approaches a, we say that L is the limiting value of f of x. അതായത് x എന്നൊരു വേരിയബിൾ a എന്ന ഫംഗ്ഷനിലേക്ക് എ എന്നൊരു വാല്യൂവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എൽ എന്ന ഒരു വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് വാല്യൂ അവിടെ എൽ ആയിരിക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. If a function f of x approaches a limit L1, as x approaches a from the left, we say that left hand limit of f of x as x tends to a is L1. Suppose x എന്ന വാല്യൂവിലേക്ക് a എന്നൊരു വാല്യൂ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് അവിടുത്തെ എക്സ് എയുടെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് L1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു L1 ആണ്. ഇതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഇതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് എ ലിമിറ്റ് L2 ആസ് എക്സ് അപ്രോച്ചസ് എ ഫ്രം ദി റൈറ്റ്, വി സേ ദാറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു എ ഇസ് L2. അതായത് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ്റെ വാല്യൂ L2 ആയിരിക്കും എപ്പം എക്സ് എന്നത് എയുടെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു L2 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. എക്സിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള വാല്യൂസ് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ലിമിറ്റാണത്. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കുറച്ച് പോയിന്റ്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലും അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലും ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എൽ ആയിരിക്കും. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം വാല്യൂ ആണെങ്കിൽ ആ ഒരു പോയിന്റിൽ എക്സ് ടെൻസ് ടു എ എന്ന പോയിന്റിൽ ലിമിറ്റ് വാല്യൂ എന്തായിരിക്കും? എൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് L2ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് L2ഉം ആണെങ്കിൽ, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അവിടെ L1ഉം എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ L2ഉം ആണെങ്കിൽ, അതായത് അവിടെ രണ്ട് ലിമിറ്റിൻ്റെ വാല്യൂസും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തില്ല? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യൂല. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഇതിലേതെങ്കിലും ഒന്ന് പോലും എക്സിസ്റ്റ് ചെയ്യില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാനായിട്ട് പറ്റും. അതായത് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നോക്കിയത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ കിട്ടുന്ന ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേറെ വേറെ ആണെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യൂല. ഇനി ഇതിൽ ഏതെങ്കിലും ഒരാൾ ഒന്നെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലോ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലിമിറ്റിലുള്ള കുറച്ച് തിയറംസ് ആണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ തിയറം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സി ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ്. അതായത് നമുക്കൊരു കോൺസ്റ്റൻറ്റ്, സി എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ ഫോമിലാണ് ലിമിറ്റ് കാണാനുള്ളതെങ്കിൽ നമുക്ക് ആ കോൺസ്റ്റൻ്റ് ലിമിറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ലിമിറ്റ് കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ് പ്ലസ് എക്സെട്ര. അതായത് രണ്ട് കൂടുതലോ ഫംഗ്ഷൻസിൻ്റെ സമ്മിൻ്റെ ലിമിറ്റാണ് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടിട്ടും അത് ആഡ് ചെയ്താൽ മതി. തേർഡ് വൺ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റാണ് കാണുന്നതെങ്കിൽ ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഫോർത്ത് വൺ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമിലാണ് വരുന്നതെങ്കിൽ ജി ഓഫ് എക്സ് അവിടെ എന്തുമാവരുത്, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ലിമിറ്റ് സെപ്പറേറ്റ് കണ്ടിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് ലിമിറ്റിൻ്റെ 4 തിയറംസ് പറയുന്നത്. ഇനി കുറച്ച് ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് നമുക്ക് പഠിച്ചു വെക്കാം. ഒന്നാമത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1 ആണ്. അതായത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോമിൽ വരുന്ന ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എൻ എ റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ആയിരിക്കും. എൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കൂടി ആയിരിക്കണം. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. സിമിലർലി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 കോസ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. തേർഡ് വൺ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log 1 പ്ലസ് എക്സ് ബൈ എക്സ് ഫോമുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 ബൈ എക്സ് ഇൻറ്റു log 1 പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. which is equal to limit extends to 0 log 1 plus x all raised to 1 by x ആണ്. ഇതിൻ്റെ ലിമിറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇ ആണ്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log 1 plus x by x ഫോമുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ വരുന്നതും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഫോമുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ വരുന്നത് 1 ആയിരിക്കും. ഈ ലിമിറ്റിലെ ഈ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലം സോൾവ് ചെയ്യാനും ഉണ്ടാവും. ഈ ചാപ്റ്റർ രണ്ടാമത് വരുന്ന ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ. നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇൻ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് എ ബി. അതായത് നമുക്കൊരു ഇൻ്റർവൽ എ കോമ ബി തന്നിട്ടുണ്ട്. ആ ഇൻ്റർവലിൻ്റെ അകത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ വാല്യൂസും നമ്മളെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരണം. A function f of x is said to be continuous in the closed interval a comma b if it is continuous at every point of the open interval a comma b and is continuous at the point a from the right and continuous at b from the left. ഇനി ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബിയിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുന്നതെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ വാല്യൂസും കണ്ടിന്യൂസ് ആയിരിക്കണം. കൂടാതെ എയിലും ബിയിലും നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണിത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് ബി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് ഈ കണ്ടീഷൻ ആലോചിച്ച് വെച്ചാൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് കണ്ടാലും ഇനി എഫ് ഓഫ് എ കണ്ടാലും, അതായത് നമ്മൾ എക്സ്റ്റെൻസ് ടു എയിലെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടാലും ഇവർ രണ്ടുപേരും ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. നമുക്കൊരു ഫംഗ്ഷൻ തന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. If f of x and g of x are two functions which are continuous at a point x equal to a. x equal to a എന്നുള്ള ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് c into f of x is continuous where c is a constant. f of x കണ്ടിന്യൂസ് ആണെങ്കിൽ c into f of x എന്ന് പറയുന്ന ഫംഗ്ഷനും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. c അവിടെ കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തേത് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഓ മൈനസ് ജി ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സം എടുത്താലും ഡിഫറൻസ് എടുത്താലും അതും എന്തായിരിക്കും, ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും.
Fourth property, f of x by g of x is continuous at x equal to a provided g is not equal to 0. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഫംഗ്ഷൻസും എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ ഒരിക്കലും 0 ആവരുത്. ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എല്ലാ മോഡുലസ് ഫംഗ്ഷൻസും നമുക്ക് തന്ന പോയിന്റിൽ എന്തായിരിക്കും, എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ. ഇത്രയാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. നമുക്കിനി ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, find limit x tends to 3 f of x where f of x equal to x square minus 9 divided by x minus 3. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണണം. ലിമിറ്റ് കാണേണ്ടത് x tends to 3 ആണ്. പക്ഷേ നോക്ക്, നമ്മൾ ഈ ഫംഗ്ഷനിൽ ഡയറക്റ്റ് എക്സിന് 3 കൊടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 0 ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് കാണാനായിട്ട് ആദ്യം ഈ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. എക്സിന് ഡയറക്റ്റ് 3 കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാണ്. മുകളിൽ ന്യൂമറേറ്റർ ഉള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. ഞാൻ ഇതിനെ എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. അപ്പോൾ മുകളിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലായതുകൊണ്ട് ഞാൻ അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്ന് കിട്ടും. മുകളിലും താഴെയും എക്സ് മൈനസ് 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്ത് കാണാം, ലിമിറ്റ് കാണാം. നമുക്കാദ്യം തന്ന ഫംഗ്ഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ ഡയറക്റ്റ് 3 കൊടുക്കുകയാണെങ്കിൽ 0 ആയി പോകുന്നതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാണ്. എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്ന് എഴുതി. ന്യൂമറേറ്റർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലായതുകൊണ്ട് ഞാൻ അതിനെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് 3 ക്യാൻസൽ ചെയ്താൽ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി, എക്സ് പ്ലസ് 3 എന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 എടുക്കുന്നതിന് പകരം ആരെടുത്താൽ മതി, എക്സ് പ്ലസ് 3 എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലിമിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് എക്സ് ടെൻസ് ടു 3 ആയതുകൊണ്ട് നമ്മളിവിടെ എക്സിന് പകരം 3 കൊടുക്കുക. ദാറ്റ് ഈസ് 3 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പം ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 6 ആയിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെയും നമ്മൾ എക്സ് ടെൻസ് ടു 0 ആണ്, അതായത് എക്സിന് 0 കൊടുക്കണം. ഡിനോമിനേറ്ററിൽ 0 കൊടുത്താൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്യണം. ഞാൻ തന്ന ഫംഗ്ഷനെ മാത്രം എടുക്കുകയാണ്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ, അതിനെ കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് എന്ന് വരും. ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്റർ വരുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്റേഴ്സ് നമുക്ക് അതേപോലെ എഴുതി വെക്കാം. ഡിനോമിനേറ്ററിൽ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് എന്ന് ഉണ്ടാവും.
അപ്പം റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വരുമ്പോൾ അവ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + x മൈനസ് ഈ നെഗറ്റീവ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത് 1 + x എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 + x പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 - x എന്ന് വരും. 1ഉം -1ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി x + x ചെയ്താൽ ന്യൂമറേറ്ററിൽ നമുക്ക് 2x കിട്ടും. 2x ഡിവൈഡഡ് ബൈ x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 + x പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 - x എന്ന് വന്നു. മുകളിലും താഴെയും x ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്കിതിപ്പോൾ എന്ത് കിട്ടി? 2 സ്ക്വയർ റൂട്ട് ഓഫ് 1 + x മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 - x എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ലിമിറ്റ് ഓഫ് ഈ ഫംഗ്ഷൻ കാണുന്നതിന് പകരം ഇതിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയ 2 സ്ക്വയർ റൂട്ട് ഓഫ് 1 + x മൈനസ് 1 - x-ൻ്റെ വാല്യൂ കണ്ടാൽ മതി. പ്ലസ് ഇനി ലിമിറ്റ് കാണാം. ലിമിറ്റ് x ടെൻസ് ടു 0 നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? 2 സ്ക്വയർ റൂട്ട് ഓഫ് 1 + x പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 - x എന്ന് എഴുതി. ഇതിൽ നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് 2 സ്ക്വയർ റൂട്ട് ഓഫ് 1 ആണ്, പ്ലസ് ഇവിടെയും സ്ക്വയർ റൂട്ട് ഓഫ് 1 - 0 റൂട്ട് 1 വരും. ദാറ്റ് ഈസ് 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ് ഇവിടുത്തെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പം ഡിനോമിനേറ്റർ ചെക്ക് ചെയ്ത് 0 ആവുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അടുത്ത പ്രോബ്ലം, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ y = f of x at x = a. നമുക്ക് തന്നൊരു പോയിന്റിൽ നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണുക എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു a മോഡുലസ് x - 3 x - 3 ആണ് കാണുന്നത്. മോഡുലസ് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അവിടെ ലിമിറ്റ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ലിമിറ്റ് x ടെൻസ് ടു 3 + f of x കാണാം. അതായത് നമുക്ക് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 3+ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതെന്താകും? നമ്മൾ ലിമിറ്റ് x ടെൻസ് ടു 3+, നമ്മുടെ f of x എന്ന് പറയുന്നത് മോഡ് x - 3 x - 3 ആണ്. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഈ ലിമിറ്റ് ഒന്ന് മാറ്റാൻ പോവാണ്. ഇവിടെ x ടെൻസ് ടു 3+ എന്നുള്ളത് നമ്മൾ ലിമിറ്റ് h ടെൻസ് ടു 0 എന്നാക്കും. h അവിടുത്തെ ചെറിയൊരു പോസിറ്റീവ് വാല്യൂ ആണ്, 0ലേക്ക് ടെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ എടുത്തു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷനിലെ എക്സിനെ മാറ്റിയിട്ട് നമ്മളിവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് x = a + h ആണ്. അത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട്. ഇവിടുത്തെ a എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കുക? 3 + h കൊടുക്കുക. നമുക്ക് ഈ ഫംഗ്ഷനിൽ ഇനി എക്സ് കാണുന്നിടത്ത് എക്സിന് പകരം 3 + h കൊടുത്തു, പിന്നെ -3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 + h - 3 വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് എടുക്കണം ന്യൂമറേറ്ററിൻ്റെ. 3ഉം -3ഉം ക്യാൻസൽ ആവും, ഡിനോമിനേറ്ററിലും 3ഉം -3ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 മോഡ് h/h കിട്ടും. മോഡ് h h/h ചെയ്താൽ 1 ആണ് കിട്ടുക. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് ഇവിടുത്തെ ലിമിറ്റ് വാല്യൂ വരുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കൂടി കണ്ടുനോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 3 - f of x ആണ് നമ്മൾ കാണേണ്ടത്. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 3 - മോഡ് x - 3 x - 3 എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് a - h ആയിരിക്കും. a 3 ആയതുകൊണ്ട് നമ്മൾ എക്സിന് 3 - h ആണ് ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മോഡ് 3 - h - 3 ഡിവൈഡഡ് ബൈ 3 - h - 3 എന്ന് വരും. ന്യൂമറേറ്ററിൽ 3ഉം -3ഉം ക്യാൻസൽ ചെയ്യും, ഇവിടെയും 3ഉം -3ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് കിട്ടി? ലിമിറ്റ് h ടെൻസ് ടു 0 മോഡ് -h ബൈ -h വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ മോഡുലസ് എടുത്താൽ പോസിറ്റീവ് ആവും, വിച്ച് ഇസ് ഈക്വൽ ടു h ബൈ -h എന്ന് കിട്ടി. h ബൈ -h ചെയ്ത് നമുക്ക് -1 ആണ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടിയത് -1 എന്നാണ്.
നോക്കൂ, ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 ആണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. therefore here limit does not exist. അടുത്തത്, find the value of a so that limit x tends to 1 f of x exists where f of x equal to 3x plus 5 when x is less than or equal to 1, 2x plus a when x is greater than 1. ഇവിടെ നമുക്ക് കാണേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കാണേണ്ടത് ഈ ഫംഗ്ഷനിൽ വരുന്ന എ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവരെ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് വാല്യൂം റൈറ്റ് ഹാൻഡ് വാല്യൂം ഈക്വൽ ആണ്, അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവരുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു നോക്കാം. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിനെക്കാട്ടും ചെറിയ വാല്യൂ 3x plus 5 ആണ്. അപ്പോൾ 3x plus 5 എടുത്തു. നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ നമ്മൾ എക്സിന് a മൈനസ് h കൊടുക്കണം. ഇവിടെ a എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഞാൻ എക്സിന് പകരം ലിമിറ്റ് h ടെൻസ് ടു 0 എന്നാകും. 3 ഇൻറ്റു എക്സിന് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് 1 മൈനസ് h ആണ്. 1 മൈനസ് h പ്ലസ് 5 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു limit h tends to 0, 3 minus 3h plus 5, which is equal to limit h tends to 0, 3 plus 5 ചെയ്താൽ 8 കിട്ടും, 8 minus 3h എന്ന് കിട്ടും. ഇനി നമ്മൾ hന് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, which is equal to 8 minus 0, 8 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് എന്തും കാണാം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൂടി കണ്ടുനോക്കാം. ലിമിറ്റ് x tends to 1 plus f of x എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 plus, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആകുന്ന വാല്യൂ വേണം എടുക്കാൻ, അതായത് 2x plus a എടുക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0, എക്സിന് പകരം നമ്മളിവിടെ കൊടുക്കേണ്ടത് റൈറ്റ് ആയതുകൊണ്ട് a plus h, അതായത് 1 plus h കൊടുക്കണം. 2 into 1 plus h plus a എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു limit h tends to 0, 2 plus 2h plus a എന്ന് വരും. hന് നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് we get 2 plus a. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് 8ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് 2 plus aയും കിട്ടി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഫ്രം ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 8 ഈക്വൽ ടു 2a ആണെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും, കാരണം ഇത് ഗിവൺ കണ്ടീഷനാണ്. 2 plus a ആണ്. ഇതിൽ നിന്ന് നമുക്ക് a എന്ത് കണ്ടുപിടിക്കാം, a ഈക്വൽ ടു 8 മൈനസ് 2 ഈക്വൽ ടു 6 ആണ് ഇവിടെ എയുടെ വാല്യൂ വരുന്നത്. ലിമിറ്റ് ഓഫ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്, നമ്മൾ നേരത്തെ ലിമിറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കിയിരുന്നു. പ്രോപ്പർട്ടീസ് വെച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണിത്. Find the value of limit x tends to 0 e raised to minus x divided by x. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് ലിമിറ്റ് x tends to 0 e raised to x minus 1 by x is equal to 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus x by x എന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററിൽ ഞാൻ 1 ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പോവാണ്, കാരണം നമുക്കിവിടെ ഒരു -1 വേണം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ. therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 plus 1 മൈനസ് e raised to minus x by x എന്ന് കിട്ടി. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x പ്ലസ് 1 മൈനസ് e raised to minus x by x എന്ന് ഞാൻ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് ഈ ഫംഗ്ഷനെ ഒന്ന് മാറ്റി.
നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഫംഗ്ഷൻ്റെ സമ്മിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ട് പേരുടെയും ലിമിറ്റ് സെപ്പറേറ്റ് കണ്ട് ആഡ് ചെയ്താൽ മതി. ആ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഞാൻ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x plus ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എക്സ് എന്നാണ്. ഞാൻ അതിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് നെഗറ്റീവ് കോമൺ ആക്കി എടുത്തതിന് ശേഷം അത് ഞാൻ ഇങ്ങനെ എഴുതി, ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 1 ബൈ ആ കോമൺ എടുത്ത നെഗറ്റീവ് ഞാൻ ഡിനോമിനേറ്ററിന് കൊടുത്തു. അപ്പം മൈനസ് എക്സ് എഴുതാൻ പറ്റും. ഇപ്പം നോക്കൂ, ഇത് നമ്മുടെ കറക്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. നമുക്ക് അതിന് പകരം എന്ത് കൊടുക്കാം, 1 കൊടുക്കാം പ്ലസ്. ഇനി ഈ ഒരു പാർട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 1 ബൈ മൈനസ് എക്സ്. ഇതും നമ്മുടെ പ്രോപ്പർട്ടി പോലെ തന്നെയല്ലേ വരുന്നത്. ഇ റേസ് ടു മൈനസ് എക്സ് വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും മൈനസ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര തന്നെ വരും, 1 വരും. therefore 1 + 1 = 2. ഈ ഒരു ലിമിറ്റ് വാല്യൂ വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ വരുന്നത് 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ എക്സ്. ഇതും നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് ലിമിറ്റ് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഇവിടെ സൈൻ 3x ആണുള്ളത്. ഈ 3x തന്നെയാണ് താഴെയും വരുന്നതെങ്കിൽ നമുക്ക് 1 എന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലിമിറ്റിൽ ഫംഗ്ഷൻ്റെ അകത്തൊരു ഡിനോമിനേറ്റർ 3യുടെ കുറവേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ എക്സിൻ്റെ അകത്ത് ഞാൻ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എനിക്കൊരു 3 കൊണ്ടുവരേണ്ടതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ 3x ഇൻറ്റു 3 എന്ന് വരും. ഇപ്പം നോക്കൂ, ഈ 3 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ 3x ഈ ഫോമിലാണ്. മുകളിലും സൈൻ്റെ കൂടെ 3x, ഡിനോമിനേറ്ററിലും 3x. അപ്പോൾ എനിക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം, വാല്യൂ 1 കൊടുക്കാം. 1 കൂടെ ആരുണ്ട്, ഇൻറ്റു ന്യൂമറേറ്ററിൽ ഒരു 3യും ഉണ്ട്. 1 × 3 ചെയ്താൽ 3 കിട്ടും. therefore നമ്മുടെ ഈ ലിമിറ്റിൻ്റെ വാല്യൂ വരുന്നത് 3 ആയിരിക്കും. നമ്മുടെ ചാപ്റ്ററിൽ അടുത്ത സെക്ഷൻ ആയിരുന്നു കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ അറ്റ് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എ എന്നൊരു പോയിന്റിൽ തന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എനോട് ഈക്വൽ ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ എന്ത് പറയുക, അവിടെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. നമുക്ക് എന്ത് കാണാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആദ്യം കണ്ടു നോക്കാം. ഇവിടെ എക്സ് ടെൻസ് ടു എയിലേക്ക് തന്നെയാണ് ഫംഗ്ഷൻ കാണേണ്ടത്. therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു എ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വെച്ചിട്ട് കണ്ടു നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ എക്സിന് നമ്മൾ എ പ്ലസ് എച്ച് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സിന് എ പ്ലസ് എച്ച് കൊടുക്കുന്ന സമയത്ത് വി ഗെറ്റ് എ പ്ലസ് എച്ച് മൈനസ് എ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എന്താക്കണം, എച്ച് ടെൻസ് ടു 0 കൂടി ആക്കണം. എയും മൈനസ് എയും ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് എന്ന് കിട്ടും. എച്ചിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂ എന്താണ്, എച്ചിന് 0 കൊടുത്താൽ വി ഗെറ്റ് 0. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് നമുക്ക് 0 കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം, എഫ് ഓഫ് എ കാണണം. എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് എ ആണ്. എക്സിന് എ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സും 0 കിട്ടി, എഫ് ഓഫ് എയും 0 കിട്ടി. therefore രണ്ട് വാല്യൂസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് എന്ന് പറയാനായിട്ട് പറ്റും. എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, by means of graph discuss the continuity of the function f of x equal to x square minus 1 by x minus 1. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. പക്ഷേ ഇപ്പോൾ പഠിച്ച കണ്ടീഷൻ വെച്ചല്ല, ഗ്രാഫ് വരച്ചിട്ട് നമ്മളോട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് എടുത്തിട്ട് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നോക്കി ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ കിട്ടും. പക്ഷേ ഞാൻ സപ്പോസ് എക്സിന് 1 കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എക്സിന്
1 കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 1 - 1 0 വരും. ഡിനോമിനേറ്റർ 0 ആയാൽ അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 1 ആകുന്ന കേസിൽ അവിടെ നമ്മുടെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്താണ്? ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് ആ ഒരു പാർട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ആ ഒരു പോയിന്റ് x = 1 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റിലേക്കും നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് അവിടെ ഫുള്ള് ഗ്രാഫ് വരുന്നുണ്ട്. പക്ഷേ x = 1 ആകുന്ന പോയിന്റിൽ അവിടെ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പോൾ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് നോക്കുക. ഇവിടുത്തെ കേസിൽ x - 1 0 ആകുന്നത് x = 1 ആണ്. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് x = 1 വരുന്നത്. Examine the continuity of the following function at x = 2, where f of x = 3x - 2 for x less than 2, x + 2 for x greater than or equal to 2. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈ ഫംഗ്ഷന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കാണണം? ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടിട്ട് വേണം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x കാണാനായിട്ട്. അതിനുശേഷം f of a കൂടി കണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ഇവിടെ a വരുന്നത് 2 ആണ്. ഞാൻ ആദ്യം 2 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുകയാണ്. ഇവിടെ 2 മൈനസ് എന്ന് പറയുമ്പം 3x - 2 ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഞാൻ അതിനെ ലിമിറ്റ് h → 0 ആക്കുന്ന സമയത്ത് 3ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? a - h. ഇവിടെ a 2 ആയതുകൊണ്ട് ഞാൻ എക്സിന് പകരം 2 - h കൊടുത്തു, -2 കൂടി വരും. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് h → 0 6 - 3h - 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h → 0 4 - 3h. ഇനി ലിമിറ്റ് hന് 0 കൊടുക്കുന്ന സമയത്ത് വി ഗെറ്റ് ദ വാല്യൂ ആസ് 4 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് ഇതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ലിമിറ്റ് x → 2 പ്ലസ് ആവുന്ന സമയത്ത് എടുക്കേണ്ട ഫംഗ്ഷൻ x + 2 ആണ്. x + 2 ലിമിറ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? h → 0 ആക്കുന്ന സമയത്ത് നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കണം? a + h. ഇവിടെ a 2 ആയതുകൊണ്ട് ഞാൻ 2 + h കൊടുത്തു, +2 കൂടി വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ലിമിറ്റ് h → 0 2 × 2 ആഡ് ചെയ്യുമ്പോൾ 4 + h കിട്ടും. hന് ലിമിറ്റ് 0 കൊടുക്കുന്ന സമയത്ത് വി ഗെറ്റ് 4. നോക്കൂ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ത് കിട്ടി? 4 ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം അതിൽ നിന്ന്? ലിമിറ്റ് x → 2 f of x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 തന്നെയായിരിക്കും. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് എന്തും കൂടി കാണണം? f of a കൂടി കാണണം. ഇവിടെ f of a എന്ന് പറയുന്നത് f of 2 ആണ്. f of 2. ഇനി എക്സിൻ്റെ വാല്യൂ 2 ആവുന്ന കേസ് ഇതാ ഇവിടെയാണ്. ഇവിടെ x greater than or equal to 2 ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ആവുന്നത് കൊണ്ട് ഞാൻ x + 2 എന്നുള്ള ഫംഗ്ഷനിലാണ് എക്സിന് പകരം എന്ത് കൊടുക്കുന്നത്? 2 കൊടുത്തു. ദാറ്റ് ഈസ് 2 + 2 = 4. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f of x ഉം f of a യും ഈക്വൽ വാല്യൂസ് 4 ആണെന്ന് കിട്ടി. അവർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ തന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആറ്റ് x = a ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x = mod x. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് f of x at x = 0. ഗ്രാഫ് വരച്ചതിന് ശേഷം നമുക്ക് ആ ഫംഗ്ഷൻ എന്നും കൂടി ചെക്ക് ചെയ്യണം. x = 0 എന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നും കൂടി ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് f of x എന്ന് പറയുന്നത് mod x ആണ്. മോഡുലസ് ഫംഗ്ഷന് 2 വാല്യൂസ് വരും. അതിന് x = 0 ആണ് അതിൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുന്നത്, 0 ആകുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന് 2 വാല്യൂസ് വരാം. -a വരാം വെൻ x is less than 0. അതുപോലെ x വരാം വെൻ x is greater than or equal to 0. മോഡ് x എന്ന് പറയുമ്പോൾ -x ഉം ആവാം x ഉം ആവാം. ഈ ഒരു കണ്ടീഷൻ വെച്ചാണ് നമ്മളിനി ഗ്രാഫ് വരയ്ക്കാനായിട്ട് പോകുന്നത്. x ആൻഡ് y ആക്സിസ് വരച്ചതിന് ശേഷം 0 1 2
3, 4. -1, -2, -3. അതുപോലെ മുകളിലേക്കും താഴേക്കും വാല്യൂസ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, -x വെച്ചിട്ടുള്ള ഗ്രാഫ് നോക്കാം. എക്സ് ഞാൻ -1 എടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് മോഡ് എക്സിൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും, 1 അല്ല കിട്ടുക. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെയാണ് വരിക. തിരിച്ച് ഞാൻ എക്സിന് 2 കൊടുക്കുമ്പോൾ -6 എന്ന് പറയുമ്പോൾ -2ൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ എന്താ വരിക, 2 തന്നെ വരിക. അപ്പോൾ വാല്യൂ വരുന്നത് ഇവിടെ ആയിരിക്കും. -3 എടുത്താൽ കറസ്പോണ്ടിങ് മോഡ് എക്സിൻ്റെ വാല്യൂ 3 വരും. അപ്പോൾ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. 0 കൊടുത്താൽ 0യും വരും. അപ്പോൾ ഒറിജിൻ വരെ അലൈൻ വരും. ഇനി ഒരു കേസും കൂടി, എക്സ് ഉണ്ട്. എക്സിന് ഞാൻ 1 കൊടുത്താൽ മോഡ് 1 1 തന്നെ വരും. 2 കൊടുത്താൽ മോഡ് 2 2 തന്നെ വരും. 3 കൊടുത്താൽ മോഡ് 3 3 തന്നെ വരും. അപ്പോൾ എനിക്ക് അവിടുത്തെ ഗ്രാഫും 0 കൊടുത്താലും 0 വരും. മോഡ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും, ഒരു വി ഷേപ്ഡ് ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. കാരണം എക്സിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വൈ വാല്യൂ എപ്പോഴും പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. ഇനി നമുക്ക് എന്തുകൂടി ചെക്ക് ചെയ്യണം, സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂയിറ്റി ചെക്ക് ചെയ്യണം. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്ത് കാണുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കാണുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ എഫ് ഓഫ് എക്സ് ആരെടുക്കണം, -x എടുക്കണം. -x എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ടെൻസ് ടു 1 മൈനസ് തന്നെ കാണാം, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ്. 1 മൈനസ് ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് -x എടുക്കണം. -x എക്സ് ടെൻസ് ടു 0 ആണ് നമ്മുടെ ഫംഗ്ഷൻ പോകുന്നത്. 0 മൈനസ് ഞാൻ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോയിന്റ് പോകുന്നത് എക്സ് ടെൻസ് ടു 0യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് കാണാം, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കണ്ടു, ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റൈറ്റ് ഹാൻഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം, എക്സ് എടുക്കുക, രണ്ടാമത്തെ ഫംഗ്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിന് 0 കൊടുത്താൽ 0 കിട്ടി. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും നമുക്ക് സെയിം കിട്ടിയതുകൊണ്ട് എന്ത് പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എത്ര തന്നെയാണ്, 0 ആയിരിക്കും. ഇനി എന്തും കൂടി കാണാം, എഫ് ഓഫ് എ കൂടി നമുക്ക് കണ്ടുനോക്കാം. ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണ്. അതായത് ഈക്വൽ ടു വരുന്ന കണ്ടീഷൻ ഇതാണ്. ഇവിടെ നമ്മൾ എക്സ് എടുക്കണം ഫംഗ്ഷൻ. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 കിട്ടി. നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും കണ്ടപ്പം സെയിം വാല്യൂ കിട്ടി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഫംഗ്ഷൻ മോഡ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും.